ഇന്നലെ തീരെ വയ്യാത്തൊരു ദിവസം ആയതുകൊണ്ട് ഫുൾ പാർസലായിരുന്നു. ഇന്നും അത്രക്ക് അങ്ങോട്ട് ഉഷാറൊന്നുമില്ല. ഇന്നും പാർസലാക്കി കഴിഞ്ഞാലേ നമ്മുടെ ഹെൽത്തിന് പ്രോബ്ലം ആവുക. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് ഹെൽത്തി ഫുഡ് ആകാന്ന് വിചാരിച്ചു. അങ്ങനെ ആ മുട്ട പുഴുങ്ങി കുറച്ചധികം പഴം പുഴുങ്ങി ചായ കാച്ചി പിന്നെ കുറച്ച് കക്കരിക്കയും കുറച്ച് ക്യാരറ്റും കൂടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജ്യൂസിനുള്ളതാണ്. ഇന്ന് മുട്ട തൊലി കളയാനും ഫാദിക്കുട്ടി വരാൻ നിന്നിട്ടൊന്നുമില്ല. അപ്പൊ ഇന്നലെ നമ്മൾ ഫ്രീസറിലോട്ട് മാറ്റിയിട്ടുള്ള ചിക്കനാണ്. ബീഫും ചിക്കനും ഫിഷും ഒക്കെ ഞാൻ ഫ്രീസറിലോട്ട് വെക്കുമ്പോൾ നല്ലപോലെ വെള്ളം നിറച്ചിട്ടാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്കത് എടുത്ത് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ്. കാരണം എടുത്ത ഉടനെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഐസ് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും. ഇപ്പൊ മുട്ടയും പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതോട്ടൊന്നും ആവില്ല കേട്ടോ. ആദ്യക്കുട്ടിക്ക് എന്തായാലും ബ്രെഡ് പൊരിച്ചത് തന്നെ വേണമെന്ന് പറഞ്ഞു. കുറച്ച് പഞ്ചാരയും കുറച്ച് ഉപ്പും കുറച്ച് മുട്ടയും കൂടെ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ചട്ടിയിൽ കുറച്ചധികം നെയ്യ് ഒഴിച്ചിട്ട് ഇതാ അതിൽ ബ്രെഡ് ഇങ്ങനെ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചട്ടിയിൽ വെച്ച് കൊടുക്കും. കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകട്ടോ. കാരണം മുട്ട വേവേണ്ട ആ ഒരു ടൈം മാത്രമേ നമ്മൾ ചട്ടിയിൽ വെക്കാൻ പറ്റുള്ളൂ. ഇത്രയും വലിയ ചട്ടി എടുത്തിട്ടും 4 ബ്രെഡ് അതിൽ കൊള്ളുന്നില്ല. എന്നോട് അവരുടെ കളി ഞാൻ അവരങ്ങോട്ട് കുത്തിക്കൊള്ളി. കാരണം ഓരോന്നും ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ആയി കിട്ടാൻ ബ്രെഡ് മുട്ടയാവുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി. ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിത് എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടോടെ കഴിക്കണം. ചൂടാറിയിട്ട് ഇത് കഴിച്ചാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ ആ ചിന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഓളം. അപ്പൊ അങ്ങനെ അവർ 3 മെമ്മറി ടെസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇൻസ്റ്റയിലാണെങ്കിൽ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്ത് യൂട്യൂബിൽ ഞാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ മുകളിൽ സ്ക്രീനിൽ കൊടുക്കും. അങ്ങനെ ഇന്നലെ വെക്കണം എന്ന് വിചാരിച്ച നെയ്ച്ചോറ് ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ട്. അരി വറുത്ത് വെച്ചതുകൊണ്ട് തന്നെ നല്ല ഹോട്ടൽ സ്റ്റൈൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ തൈര് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് സുർക്ക വെച്ചിട്ട് അങ്ങോട്ട് സലാഡ് സെറ്റ്. അങ്ങനെ ചിക്കൻ കറിയും ചോറും സലാഡൊക്കെ വെച്ചിട്ട് നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ അപ്പുറത്തെ ഫ്രണ്ട് ഫർസാന തന്നതാണ്. നല്ല അടിപൊളി മധുരമുള്ള മാങ്ങയായിരുന്നു. വൈകുന്നേരം ആയാൽ തുടങ്ങും എനിക്ക് ഈ പ്രാന്ത്. അതായത് ഈ ഒരു സൂര്യൻ ഇങ്ങനെ മറിഞ്ഞിങ്ങനെ പോകുന്ന ആ ഒരു ടൈമിൽ എനിക്കത് ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ തോന്നുന്നു. എന്താണെന്നറിയില്ല, ഇതിന് കണ്ടാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ വീടിന്റെ കുറച്ച് ഭാഗം നനക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയതായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഒരു സൺസെറ്റ് ഒക്കെ എടുക്കുന്നത്. രാവിലെ നെയ്ച്ചോറ് വെച്ചപ്പോൾ നമ്മൾ കൂട്ടി വെച്ചതാണ് ഈ ബ്രോസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു തട്ടിക്കൂട്ട് ബ്രോസ്റ്റ് ആണ് കേട്ടോ. അത് ചിന്നു സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. സച്ചിൻ അതൊക്കൊന്നും ചെന്നിട്ടില്ല, ഞാൻ കഴിക്കാൻ മാത്രമേ ചെന്നിട്ടുള്ളൂ കേട്ടോ. കൂരാ ചന്ദ്രനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞാൻ കിടന്നിറങ്ങി. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.